ആദ്യം ശ്രീ ജിൻഡോ ജോൺ, ഞാൻ ഏറ്റവും അവസാനം പറഞ്ഞത് കോൺഗ്രസിന്റെ സഹായത്തോടെ ചിഹ്നം നിലനിർത്തുമോ, ദേശീയ പദവി നിലനിർത്തുമോ എന്ന ചോദ്യം അതും അതിശയോക്തി കലർന്നതല്ല കേട്ടോ. കാരണം കേരളത്തിൽ മാത്രമേ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഉള്ളുവല്ലോ. ഇപ്പോൾ ഈ ദേശീയ പാർട്ടിയുടെ പദവി നിലനിർത്തുവാനുള്ള ഏത് ക്രൈറ്റീരിയ വെച്ച് നോക്കിയാലും നേരിട്ട് ദേശീയ പദവി നിലനിർത്താൻ പറ്റിയ ക്രൈറ്റീരിയ CPM സ്വന്തമാക്കുവാൻ ബുദ്ധിമുട്ടാണ്. അതായത് 3 സംസ്ഥാനങ്ങളിലായി 11 സീറ്റുകൾ ഉറപ്പാക്കണം. ഒറ്റ സംസ്ഥാനത്ത് മാത്രം 11 സീറ്റ് കിട്ടിയാൽ പോരാ. അതായത് ആകെ സീറ്റിന്റെ 2%. കേരളത്തിൽ മാത്രമായിട്ട് 11 കിട്ടിയാൽ ഉറപ്പിക്കാൻ പറ്റുകയില്ല. 3 സംസ്ഥാനങ്ങളിൽ ആയിട്ട് അത് വേണം. അങ്ങനെ വരികയാണെങ്കിൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ പറ്റും, തമിഴ്നാട്ടിൽ അക്കൗണ്ട് തുറക്കാൻ പറ്റും. കഴിഞ്ഞ തവണ 2 സീറ്റ് കിട്ടിയതാണല്ലോ. അതുപോലെ തന്നെ പിന്നെ എവിടെയാണെന്നുള്ള ചോദ്യം അവശേഷിക്കുന്നു. ബംഗാളിൽ കിട്ടുമോ, ത്രിപുരയിൽ കിട്ടുമോ, ഇങ്ങനെയുള്ള ചോദ്യം ഉയരുന്നു. ത്രിപുരയിൽ BJP 2-ൽ 2 സീറ്റും നേടിയതാണ്. ബംഗാളിൽ കോൺഗ്രസിനൊപ്പം കൈകോർത്തിട്ടുണ്ട് എങ്കിലും സംശയം ആണ്. അങ്ങനെ വരുമ്പോൾ ആ ഒരു ക്രൈറ്റീരിയ ബുദ്ധിമുട്ടുള്ളതാണ്. പിന്നെ നേരിട്ട് ദേശീയ പദവി ഉറപ്പിക്കുന്നതിന് വേണ്ടി ഈ 6% വോട്ടെങ്കിലും നേടണം 4 സംസ്ഥാനങ്ങളിലായിട്ട്. അവിടെയും മറ്റൊരു ക്രൈറ്റീരിയ കൂടിയുണ്ട്, 4 ലോക്സഭാ സീറ്റെങ്കിലും കിട്ടിയിരിക്കണം ആ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളത്. അതും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതല്ലെങ്കിൽ പിന്നെ അടുത്ത ക്രൈറ്റീരിയയിലേക്ക് പോവുകയാണ്, 4 സംസ്ഥാനങ്ങളിലെങ്കിലും സംസ്ഥാന പദവി ഉണ്ടായിരിക്കണമെന്ന്. അതിൻ്റെ ബലത്തിലാണല്ലോ ഇപ്പോൾ ദേശീയ പദവി ഉള്ളത്. അപ്പോൾ ഏത് ക്രൈറ്റീരിയ ആണെങ്കിലും കോൺഗ്രസിന്റെ സഹായം വേണ്ടിവരും CPM-ന്. മഞ്ജുഷ, എന്തായാലും ഒറ്റ കാര്യത്തിൽ നമുക്ക് ഉറപ്പ് വിചാരിക്കാം, കേരളത്തിൽ നിന്ന് ഒരു കാരണവശാലും 11 സീറ്റ് പോയിട്ട് ഒരു സീറ്റ് പോലും CPM-ന് കിട്ടില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഇന്ത്യ മുന്നണി എന്നുള്ള ഒരു അലയൻസിൽ നിൽക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്ന മറ്റ് കക്ഷികളുടെയൊക്കെ വോട്ടും അവരുടെ സഹായം കൊണ്ടൊക്കെ CPM-ന് കുറേ വോട്ട് ക്യാൻവാസ് ചെയ്യാനും കിട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് 11 സീറ്റ് കിട്ടി ഒരു ദേശീയ പാർട്ടി അംഗീകാരം നിലനിർത്തുമോ എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമുക്കൊരു ധാരണയില്ല. കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ എത്ര സ്ഥലത്താണ് മത്സരിക്കുന്നതെന്നുള്ള ഒരു ഫൈനൽ പിക്ചർ ആയിട്ടില്ല. തമിഴ്നാട്ടിലായിട്ടുണ്ടോ? തമിഴ്നാട്ടിൽ 2 സീറ്റാണല്ലോ ഇപ്പോൾ. മധുരയിലും ഡിണ്ടിഗലിലും മത്സരിക്കുന്നു. കഴിഞ്ഞ തവണ മധുരയും കോയമ്പത്തൂരും ജയിച്ചിരുന്നു. ഇത്തവണ ഡിണ്ടിഗൽ 5 ലക്ഷം വോട്ടിന് DMK ജയിച്ച മണ്ഡലമാണ്. അതിപ്പോൾ CPM-ന് വിട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജയം ഉറപ്പാണ് എന്ന മട്ടിലാണ് CPM അവിടെ. അങ്ങനെയാണല്ലോ വിലയിരുത്തൽ. അങ്ങനെ വരുമ്പോൾ 2 സീറ്റുകൾ തമിഴ്നാട്ടിൽ നിന്ന്. പിന്നെയുള്ളത് ത്രിപുരയിലെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഉറപ്പില്ല. ബംഗാളിൽ കോൺഗ്രസുമായിട്ട് നിങ്ങളുമായിട്ടാണ് കൈകോർക്കുന്നത്. അവിടെ നിങ്ങളുടെ സഹായം വേണ്ടിവരും. പക്ഷേ 2 പേരും അത്ര ശക്തരായ പാർട്ടികളല്ല ബംഗാളിൽ. അതുകൊണ്ട് അതും പറയാൻ പറ്റുകയില്ല. ഇതാണ് ദേശീയ പദവി പാർട്ടിയുടെ സാഹചര്യം. അതെ, തീർച്ചയായിട്ടും ഞാൻ അതിനെക്കുറിച്ച് തന്നെ പറയാൻ വരുന്നത്. ഇപ്പം തമിഴ്നാട്ടിലെ കാര്യത്തിൽ സംശയമൊന്നുമില്ല, നമുക്കാർക്കും സംശയമില്ല. അവിടെ DMK-യുടെയും കോൺഗ്രസിൻ്റെയും മറ്റ് കക്ഷികളുടെയൊക്കെ പിന്തുണയോടുകൂടി CPM-ന് സ്വാഭാവികമായിട്ട് അവിടെ 2 സീറ്റ് ജയിക്കാനുള്ള മുഴുവൻ സാധ്യതയുമുണ്ട്. മറ്റ് CPM-ന്റെ എക്കാലത്തെയും വലിയ കോട്ടകളായിട്ടുള്ള ഇപ്പോൾ മഹാരാജാസ് കോളേജും കേരളത്തിലെ സർക്കാർ കോളേജിൻ്റെ ഒക്കെ പുറത്ത് CPM എഴുതി വെക്കുന്ന പോലെ ചെങ്കോട്ട എന്നൊക്കെ അവകാശപ്പെട്ടിരുന്ന സ്ഥലങ്ങളിലൊക്കെ, ഉദാഹരണത്തിന് ബംഗാളിലും ത്രിപുരയിലൊക്കെ എത്രത്തോളം ഇവർക്ക് സീറ്റ് ഉറപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ച് സംശയമുണ്ട്. അത് അത്രേ എനിക്കതിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. കാരണം അത്തരം സംസ്ഥാനങ്ങളിൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഇവർ മത്സരിക്കുന്നതും പോളിംഗ് ബൂത്തിൽ പോകുന്നത് പോലും കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ സഹായത്തോടു കൂടി. കാരണം നേരിട്ട് ഒറ്റയ്ക്ക് പോളിംഗ് ബൂത്തിൽ പോയാൽ 30 കൊല്ലം ഇവർ ഭരിച്ചതിന്റെ മുഴുവൻ ഭാവഭാരവും പേറിയ മനുഷ്യർ ചിലപ്പോൾ ഇവരെ തല്ലിക്കൊല്ലുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ദീർഘമായിട്ട് പറയുന്നില്ല. പക്ഷേ കേരളത്തിലെ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചാൽ ഇപ്പോൾ AK ബാലൻ എന്ന് പറഞ്ഞ കേരളത്തിൻ്റെ പ്രമുഖനായിട്ടുള്ള CPM-ന്റെ നേതാവ്, പിണറായി വിജയൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ, എക്കാലത്തും പിണറായി, അദ്ദേഹം തികച്ചു പറയില്ല പിണറായി എന്ന് പോലും, പിണറായി എപ്പോൾ അപകടത്തിൽപ്പെട്ടാലും ആപത്ത് ഘട്ടത്തിൽ സഹായിക്കാൻ വരുന്ന AK ബാലൻ സഖാക്കന്മാരോട് അഭ്യർത്ഥിക്കുന്നത് നിങ്ങൾ ചിഹ്നം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കണമെന്ന. അതായത് കേരളത്തിലെ ജനങ്ങളുടെ അഭിപ്രായം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടോ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടോ മതേതര മൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഈ രാജ്യത്തിൻ്റെ മറ്റ് ഒരു വിഷയത്തിനും വേണ്ടിയിട്ടല്ല CPM-ന്റെ ആളുകൾ വോട്ട് ചെയ്യേണ്ടത് അവരുടെ പാർട്ടിയുടെ ചിഹ്നം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത്. ഇവരുടെ ചിഹ്നം സംരക്ഷിക്കുന്നത് നാട്ടുകാരുടെ ബാധ്യതയല്ല എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ CPM എന്താണ് പൊതുജനങ്ങളോട് ആവശ്യപ്പെടുന്നത്? ഇവിടുത്തെ കേരളത്തിലെ വിലക്കയറ്റം കുറച്ചിട്ടുണ്ടോ? പട്ടിണി ഇല്ലാതാക്കിയിട്ടുണ്ടോ? പെൻഷൻ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? റേഷൻ കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് POS മെഷീൻ്റെ കംപ്ലൈൻ്റ് എങ്കിലും ഇല്ലാതാക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇതിപ്പോൾ ഈസ്റ്റർ അടുത്ത് വരുന്നു, വിഷു വരുന്നു, റംസാൻ വരുന്നു. കേരളത്തിലെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ എന്തെങ്കിലും ഒരു സാധനം, ജനങ്ങൾക്ക് നിത്യോപയോഗത്തിന് പറ്റുന്ന എന്തെങ്കിലും ഒരു സാധനം അവൈലബിൾ ആയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണ്ടേ?
അപ്പോൾ ഇതൊന്നും കൊടുക്കാതെ ശമ്പളം മുടങ്ങുന്നു, പെൻഷൻ മുടങ്ങുന്നു, അങ്ങനെ നൂറുകണക്കിന് കാര്യങ്ങൾ നടക്കുന്നു. ഇതെല്ലാം അവിടെ നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ ചിഹ്നം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഞങ്ങളെ സംരക്ഷിക്കണം, ഞങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ പണ്ട് സത്യനന്ദിക്കാടിൻ്റെ സിനിമയിൽ ഞാൻ കേട്ടിട്ടുള്ളൊരു രംഗമുണ്ട്. നിങ്ങൾ എല്ലാവരും മണ്ഡലം പ്രസിഡന്റിൻ്റെ വട്ടം നിന്ന് മണ്ഡലം പ്രസിഡന്റിനെ സംരക്ഷിക്കണം എന്ന് പറയുന്ന പോലെ നാട്ടിൽ മറ്റെന്ത് പ്രശ്നം നടന്നാലും CPM-ന്റെ ചിഹ്നം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ മത്സരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കുക? അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ പാർട്ടി അത്രത്തോളം ദുരിത കയത്തിലേക്ക് പോയി. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഈ 7-8 വർഷക്കാലം കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിന് തന്നെയാണ്. ഇത് മറ്റ് സംസ്ഥാനങ്ങളിലെ കാര്യത്തെക്കുറിച്ചിട്ടല്ല അദ്ദേഹം പറയുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഓൾറെഡി പരിപാടി തീർന്നിട്ടുണ്ടല്ലോ. ബംഗാളും ത്രിപുരയും അടക്കമുള്ള സംസ്ഥാനങ്ങൾ തീർന്നിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് UP അടക്കമുള്ള, രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായിരുന്ന കോൺഗ്രസിനോട് നേരിട്ട് ഏറ്റുമുട്ടിയിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ ആയിരുന്നു. ഇന്ന് അവരൊന്നും അവിടെ ഇല്ല, എതിർക്കാൻ പോലും ഇല്ല. അപ്പോൾ ബംഗാളിലും ത്രിപുരയിലും കാര്യം പിന്നെ പറയണ്ട, അതൊക്കെ മറ്റൊരു സാഹചര്യമാണ്. കേരളത്തിലാണ് അവശേഷിക്കുന്ന കനൽത്തരികളിൽ ഇരിക്കുന്നത്. ഈ കേരളത്തിലെ കനൽത്തരികളിൽ നിന്ന് വേണം ഇവരുടെ ചിഹ്നം സംരക്ഷിക്കാനുള്ള പോരാട്ടം നടത്താൻ. ഓരോ ഘട്ടത്തിലും ഞാനിത് AK ബാലൻ പറയുന്നത് അനവസരത്തിലുള്ളതാണെന്ന് പറയുന്നില്ല. അവസരം കിട്ടുമ്പോഴൊക്കെ കാരണഭൂതന് പണി കൊടുക്കുന്ന പരിപാടിയാണ് AK ബാലന്റെ കയ്യിലിരിക്കുന്നത്. ഉദാഹരണത്തിന് വീണ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ, ആരോപണങ്ങളൊക്കെ പൊതുസമൂഹത്തിൽ വലിയ വിവാദമായപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ? വീണ വിജയന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും കയ്യിലുണ്ട്, പുറത്തുവിടുമെന്ന. അത് പുറത്തുവിടും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? വീണ വിജയനെ പരിപാടി തീർക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നാണ്. പിണറായി വിജയൻ സ്വാഭാവികമായിട്ട് അത് ചെല്ലുന്നത് പിണറായി വിജയനിലേക്കാണ്. പിണറായി കുടുംബത്തെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബൈ-ഇലക്ഷൻ നടക്കുമ്പോൾ, പുതുപ്പള്ളി ബൈ-ഇലക്ഷൻ നടക്കുമ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട് ലോകാത്ഭുതം നടക്കണം, പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ ജയിക്കണമെങ്കിൽ സർക്കാരിന്റെ വിലയിരുത്തലാണെന്ന്. പുതുപ്പള്ളിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ചാണ്ടി ഉമ്മൻ അവിടെ ജയിക്കുന്നു. സർക്കാരിന്റെ വിലയിരുത്തലാണെന്ന് AK ബാലൻ പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ സർക്കാരിന്റെ വിലയിരുത്തലായിട്ട് അദ്ദേഹം ഇപ്പോഴത് അംഗീകരിക്കുന്നുണ്ടോ? അതിന്റെ അർത്ഥം എന്താ? ആ വലിയ തോൽവി CPM ഏറ്റുവാങ്ങിയത് പിണറായി സർക്കാരിനോടുള്ള കേരളത്തിലെ ജനങ്ങളുടെ വിലയിരുത്തലാണ് എന്ന് പറയാതെ പറഞ്ഞു വയ്ക്കുക. അടുത്തത് അദ്ദേഹം പറയുന്നത് ഈനാമ്പേച്ചി, മരപ്പെട്ടി അല്ലെങ്കിൽ എലിപ്പെട്ടി പോലുള്ള ചിഹ്നങ്ങൾ കിട്ടുമെന്നൊക്കെ പറയുന്നത് അത് എവിടെയാണ് പറയുന്നത്? കേരളത്തിന്റെ ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിയുടെ ഇസ്തിരി ഇട്ട് വെച്ച വസ്ത്രത്തിൽ മരപ്പെട്ടി വന്ന് മുള്ളുന്നത് കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ട് അവിടെ മെയിൻ്റനൻസ് പരിപാടികൾ നടത്തുന്നു. മുഖ്യമന്ത്രിക്ക് പോലും മരപ്പെട്ടി ശല്യം കാരണം കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. മരപ്പെട്ടിക്കെതിരെയുള്ള പോരാട്ടമാണ് കേരളത്തിലെ വലിയ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് റേഷൻ കിട്ടാത്ത മനുഷ്യരുടെ മുമ്പിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നതിന് കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് AK ബാലൻ എന്ന് പറഞ്ഞ CPM-ന്റെ നേതാവ് പറയുന്നത് നമ്മൾ ഇങ്ങനെ പോയാൽ നമുക്ക് ഈനാമ്പേച്ചിയോ എലിപ്പെട്ടിയോ മരപ്പെട്ടിയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരുന്ന ഗതികേട് വരും, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ചിഹ്നം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കണം എന്ന് പറയുന്നത്. ഇതെല്ലാം പറഞ്ഞു വയ്ക്കുന്നത് പിണറായി വിജയനെതിരെയുള്ള പണി തന്നെയാണ്. കാരണം രണ്ടാം പിണറായി സർക്കാർ വരുന്ന സമയത്ത് 2 വട്ടം അടുപ്പിച്ച് മത്സരിച്ച AK ബാലനെ പോലുള്ള ആളുകളെ മാറ്റി നിർത്തി. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുക്കുന്നതിനെ കുറിച്ച് ചർച്ച നടന്നു. അന്നേരം പിന്നെ ആ ചർച്ച അവിടെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ തന്നെ അലസിപ്പോകുന്നു. ആ ആഗ്രഹങ്ങളൊക്കെ വഴിയിലാകുന്നു. ഇപ്പോൾ ആലത്തൂർ മത്സരിപ്പിക്കും, അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. അവിടെയും പരാമർശിക്കുന്നില്ല, പരിഗണിക്കുന്നില്ല. ബ്രണ്ണൻ കോളേജിൽ നിന്ന് തുടങ്ങി പിണറായിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരെന്നൊക്കെ അവകാശപ്പെടുന്നുണ്ടെങ്കിലും തരം കിട്ടുമ്പോഴൊക്കെ പണി കൊടുക്കുന്നത് പിണറായി വിജയന് തന്നെയാണ്. അങ്ങനെയൊന്നായി എന്നാണ് താങ്കളുടെ വിലയിരുത്തൽ. AK ബാലൻ പറഞ്ഞതാണെന്നാണ് ജിൻഡോ പറയുന്നത്.